വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്, കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലിപ് കെയർ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ലിപ്പ് ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാതെ വിചാരിച്ചു. സംഭവം 2 ദിവസം മുന്നേ എന്തോ ഒരു ഡ്രൈ ആവുന്ന പോലെ തോലൊക്കെ ഇങ്ങനെ പോരാൻ തുടങ്ങി. അപ്പം ഇതൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം നമുക്കതിനായിട്ട് ആദ്യം വേണ്ടത് ഷുഗറാണ്, പഞ്ചസാര. അപ്പം ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ എത്ര വേണ്ടതെന്ന് കാണിച്ചു. സ്ക്രബാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. ചെറിയൊരു സംഭവം, അതിന് എത്ര വലിയ പാത്രം കുറച്ച്. ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഹണിയാണ്. അപ്പം നല്ല ഒറിജിനൽ ഹണി ആട്ടത്. നിങ്ങൾക്ക് ഏത് കണക്കിൽ എടുക്കാം, നല്ലതാണ്. ഹണി സ്ക്രബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഒരു ഇതിലേക്ക് മിക്സ് ചെയ്യാൻ കണക്കാക്കിയിട്ട് ആഡ് ചെയ്യാം. എനിക്കൊന്ന് കഴിച്ചൊക്കെ നോക്കാം കേട്ടോ. അപ്പം ഞാൻ കണ്ടിട്ട് പുതിയ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി കുറച്ച് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ലിപ്പിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ലിപ് ബാമൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ലിപ് ബാമ് ഒന്നും ഉണ്ടാവാത്തതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഫ്രഷ് ചെയ്യാം. അപ്പം നമുക്കിത് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മിക്സാക്കിയിട്ട് മിക്സാക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ മാക്സിമം പോയാൽ ഒരു 2 തവണയെങ്കിലും സ്ക്രബൊക്കെ ചെയ്ത് നല്ലതാണ്. ഞാൻ ചെയ്യാറേ ഇല്ല. അപ്പം ഞാൻ ഏതോ കാലത്ത് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ചുണ്ടിന് ഇങ്ങനെ ആയതുകൊണ്ട് ചെയ്യാണ്. ഒന്നും ചെയ്യാൻ സംഭവം മാറ്റിയാണ് സംഭവം, വേറൊന്നുമില്ല. അപ്പം നമുക്കിത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ബാക്കിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാൻ മതി. ഒരു 5 മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്യുന്നത്. നല്ല അമർത്തി സ്ക്രബ് ചെയ്യരുത്. എന്താ പറയുക, നല്ല പതുക്കെ സ്മൂത്തായി ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് നല്ല ഡാമേജ് സംഭവിക്കാൻ കാരണം. എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം അല്ല, കുറേ മുന്നേ ഞാൻ ചെയ്തതാണ്. ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കുകയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉപകാരമാവുമല്ലോ. അപ്പോൾ ഗൈസ്, ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ അത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. തുടച്ചിട്ട് കാട്ടിത്തരാം. സ്ക്രബാട്ടപ്പോൾ ചെയ്ത്. അപ്പം സ്ക്രബ് ചെയ്തപ്പോൾ ഞാനൊരു സത്യം പറയില്ല, നല്ല മാറ്റം കിട്ടും. നമുക്ക് വീഡിയോ സ്ക്രബ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഉള്ള അതിൻ്റെ ലിപ്പ് നോക്കി മനസ്സിലാവും. ഒരു ചെറിയ നല്ല ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാലയില്ല സ്ക്രബ് ചെയ്തിട്ട് അപ്പം ചെയ്തപ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടായി. ഒരു സന്തോഷം, കാരണം സക്സസ് ആയിരുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാ മഞ്ഞൾപ്പൊടിയോ ഒക്കെ എടുത്താൽ മതി. ഏതായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ കസ്തൂരി മഞ്ഞളൊന്നുമില്ല, സാധാ മഞ്ഞൾപ്പൊടിയല്ല. പക്ഷെ ഇവിടെ ഉണക്കി പൊടിപ്പിച്ചതാണ്. അപ്പോൾ ആ മഞ്ഞളാണ് ഞാനെടുത്തത്. നിങ്ങൾക്ക് ഈ മഞ്ഞളിൻ്റെ കൂടെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ തേനാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തത്. നമുക്ക് ഇതിലേക്ക് തേന ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പാക്ക് പോലെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് തേന ആഡ് ചെയ്യാം. സോറി ഗൈസ്, ഇടയിൽ ഞാൻ തുമ്മിപ്പോയി. മഞ്ഞൾപ്പൊടി മൂക്കിൽ പാറി തോന്നുന്നുണ്ട്, അതാണ് തുമ്മിയത്. നമുക്ക് കുറച്ച് തേനിട്ട് കൊടുത്താൽ
കുറച്ച് നേരം ഇട്ട് കൊടുത്താൽ മതിയേ. നേരത്തെ തന്നെ ഇതിൻ്റെ ബാക്കിയായിരുന്നു. പിന്നെ നിങ്ങൾ കുറച്ച് നമുക്കിത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ലിപ്പിലിട്ട് കൊടുക്കാൻ പോവാണ്. ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യണപ്പോൾ അപ്ലൈ ചെയ്തെടുക്കാൻ നല്ലപോലെ കൈ എൻ്റെ കയ്യിലൊക്കെ ആയി ഗൈസ്. അത് ചെയ്യണതിൻ്റെ ഒരു സംസാരിച്ചിട്ടോ കുറച്ചേരം ഉണ്ടാത്തത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കഴിച്ച 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് ആദ്യമൊന്നും നനച്ചിട്ട് ചെറിയ മസാജോ കൊടുക്കും. സ്ക്രബല്ലല്ല, അപ്പോൾ കുഴപ്പമില്ല. ചെറിയൊരു മസാജോ കൊടുക്കും. നമുക്കൊന്ന് തുടയ്ക്കാം. ഒരു തുണിയോ നമ്മുടെ തുണി എടുത്ത് നിങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടെങ്കിൽ വെച്ച് തുടയ്ക്കാം. വെച്ചിട്ട് വന്ന് ജസ്റ്റ് ഒപ്പ് എടുക്കുന്നുണ്ട്. മഞ്ഞളിൻ്റെതൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ചേഞ്ചും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നാണ് ലിപ്പ് നോക്കിയാലും ചെറിയൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അപ്പം നല്ലതാണ്. അപ്പം എല്ലാവരും ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ആഴ്ചയിലൊരു 2 പ്രാവശ്യം ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്യാറൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് 3 ആണെന്ന് മാത്രമാണ്. ഇനി ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പാണ് ലിപ് ബാം അപ്ലൈ ചെയ്യണം. ലിപ് ബാമോ അല്ലെങ്കിൽ നെയ്യോ നെയ്യിൽ അപ്ലൈ ചെയ്താൽ മതി. ഫൈനലി ഇങ്ങനെ വരും. ഫൈനലി ലുക്ക് ഇങ്ങനെയാണ്. അടിപൊളി റിസൾട്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ. ബൈ.